ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 2406 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2067 പേർ രോഗവിമുക്തരായി. സംസ്ഥാനത്തെ കോവിഡ് കാരണം മരണമടഞ്ഞത് 10 പേരാണ്. മറ്റ് വിവരങ്ങൾ പത്രക്കുറിപ്പായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. രോഗത്തിന്റെ നിലവിലെ അവസ്ഥ അപ്രതീക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല. ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. ആ പ്രത്യേകത കൂടി കണക്കിലെടുത്താൽ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് രോഗത്തെ അതിന്റെ ഉച്ചസ്ഥായിയിലെത്താൻ അനുവദിക്കാതെ കൂടുതൽ സമയം നമുക്ക് പിടിച്ചു നിർത്താനായി. നമ്മുടെ രാജ്യം ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ്. 75,995 കേസുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 47,828 കേസുകളുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീലുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിലെ സ്ഥിതി എത്ര ഗുരുതരമാണ് എന്ന് മനസ്സിലാവുക. മരണം ഒരു ദിവസം 1000-ൽ കൂടുതലുണ്ടാകുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1017 മരണങ്ങളാണ്. ദക്ഷിണേന്ത്യയിലും രോഗവ്യാപനം കൂടുതൽ രൂക്ഷമാവുകയാണ്. കർണാടകയിൽ കേസുകൾ 3 ലക്ഷം കവിഞ്ഞു. 5107 പേരാണ് അവിടെ മരണമടഞ്ഞത്. നമ്മുടെ മറ്റൊരു അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കേസുകൾ ഏകദേശം 4 ലക്ഷമായി. ഏതാണ്ട് 7000 പേർ മരണപ്പെടുകയും ചെയ്തു. കർണാടകത്തിൽ 10,82,000 പേരും തമിഴ്നാട്ടിൽ 10,93,000 പേരുമാണ് കോവിഡ് മൂലം മരിച്ചത്. കേരളത്തിൽ 10,08,000 പേർ എന്ന നിലക്ക് മരണസംഖ്യ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. കർണാടകയിലെയോ തമിഴ്നാട്ടിലെയോ അതേ നിലയിലായിരുന്നു ഇവിടെയും കാര്യങ്ങളെങ്കിൽ ആയിരക്കണക്കിന് മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും സംഭവിച്ചേനെ. നമ്മുടെ തൊട്ടടുത്താണ് ഈ സംസ്ഥാനങ്ങളെങ്കിലും അവയേക്കാൾ കൂടുതൽ വളരെ കൂടിയ തോതിൽ ജനസാന്ദ്രത, അതേപോലെ വയോജനങ്ങളുടെ ജനസംഖ്യാനുപാതം, പ്രമേഹം, ഹൃദ്രോഗം പോലുള്ള രോഗാവസ്ഥകളുടെ വർധന, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും രോഗവ്യാപനവും മരണനിരക്കും വലിയൊരളവിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളുടെ മികച്ച പ്രവർത്തനങ്ങളും. 2 പ്രധാന വശങ്ങളാണ് ഈ പോരാട്ടത്തിൽ നാം പരിഗണിക്കുന്നത്. ഒന്ന്, ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണം. 2, ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൂടുതൽ ഫലപ്രദമാക്കൽ.
രോഗവ്യാപനത്തിന്റെ തോത് ഫലപ്രദമായി നിയന്ത്രിച്ചു. അതുകൊണ്ട് കേരളത്തിനുണ്ടായ ഗുണങ്ങൾ അനവധിയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ നമുക്ക് അവസരം ലഭിച്ചു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, ആവശ്യത്തിന് ലാബ് പരിശോധനാ സൗകര്യങ്ങൾ, കോവിഡ് കെയർ ഹോസ്പിറ്റലുകൾ, പരിശോധനാ സൗകര്യങ്ങൾ, കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ, ഇപ്പോൾ കോവിഡ് ബ്രിഗേഡ്, ഇങ്ങനെ രോഗാവസ്ഥ അതിന്റെ പരമാവധിയിലെത്തുമ്പോൾ തടയാൻ ആവശ്യമായ സൗകര്യങ്ങൾ കൃത്യമായ തോതിൽ സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പോഴുള്ളതിലും 8 മടങ്ങ് രോഗികൾ വർദ്ധിച്ചാൽ വരെ ചികിത്സ നൽകാൻ ഉതകുന്ന സൗകര്യങ്ങൾ നമ്മളിപ്പോൾ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ലോക്ക്ഡൌൺ പിൻവലിച്ചുകൊണ്ട് ജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം അതിനിടയിൽ അനിവാര്യമായി. അതുകൊണ്ട് തന്നെ കുറേയധികം ഇളവുകൾ അതിന്റെ ഭാഗമായി നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ബ്രേക്ക് ദ ചെയിൻ പ്രവർത്തനങ്ങളും ജാഗ്രതയും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശം തന്നെ അതാണ്. ശുചിയാക്കുന്നതിലും മാസ്കുകൾ ധരിക്കുന്നതിനും വിട്ടുവീഴ്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും അവരവരുടെ ചുറ്റും സുരക്ഷാ വലയം തീർക്കൽ വളരെ പ്രധാനമാണ്. കോവിഡ് നിരുപദ്രവകാരിയായ ഒരു രോഗമാണെന്നും മരണനിരക്ക് 1% ഉള്ളൂവെന്നും അതിനാൽ വന്നുപോയാലും കുഴപ്പമില്ല എന്നുമുള്ള അപകടകരമായൊരു പ്രചരണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇത്തരമൊരു ധാരണ ആളുകളിൽ പ്രബലമായാൽ വലിയ അപകടമാണത് ക്ഷണിച്ചു വരുത്തുക. 3.5 കോടിയോളം ജനസംഖ്യയുള്ള കേരളത്തിൽ 1% എന്നാൽ ഏതാണ്ട് 3.5 ലക്ഷമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതിന്റെ പകുതിയാണെങ്കിൽ പോലും വരുന്ന സംഖ്യ എത്രയെന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലൊരു സാഹചര്യം അനുവദിക്കാൻ സാധിക്കുമോ എന്നാണ് ഈ പ്രചരണം നടത്തുന്നവർ ആലോചിക്കേണ്ടത്. അതിലുപരി മരണനിരക്ക് എത്ര ചെറുതാണെങ്കിൽ പോലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മരണത്തിന്റെ എണ്ണവും ആനുപാതികമായി വർദ്ധിച്ചേക്കാം എന്നതും നാം കാണണം. ചിലര് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം സ്വീഡനെ നമുക്ക് മാതൃകയാക്കിക്കൂടെ എന്നതാണ്. അവിടെ 10 ലക്ഷത്തിൽ 575 പേർ എന്ന നിലക്കാണ് മരണമുണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ 100 ഇരട്ടി മരണങ്ങളാണ് സ്വീഡനിലുണ്ടായത് എന്നോർക്കണം. മരണങ്ങൾ ഒഴിവാക്കാനാണ് നാം ശ്രമിക്കുന്നത്. നാട്ടിലെ ഓരോരുത്തരുടെയും ജീവൻ വിലപ്പെട്ടതാണ്. ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള പ്രദേശമായി കേരളത്തെ നിലനിർത്തിയേ തീരൂ എന്ന് നാം എല്ലാവരും ദൃഢനിശ്ചയം ചെയ്യണം. ഇതുവരെ കാണിച്ച ജാഗ്രത
കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. കൈ കഴുകുമ്പോഴും മാസ്ക് ധരിക്കുമ്പോഴും ശാരീരിക അകലം പാലിക്കുമ്പോഴും രക്ഷിക്കുന്നത് സ്വയം മാത്രമല്ല, ചുറ്റുമുള്ളവരുടെ ജീവൻ കൂടിയാണ്. ആ പ്രതിബദ്ധത നാം കൈവെടിയരുത്. അഭിമാനകരമായ സവിശേഷതകൾ നമ്മുടെ കോവിഡ് പ്രതിരോധത്തിനുണ്ട്. ഇവിടെ കോവിഡ് രോഗികൾക്കുള്ള ചികിത്സ തികച്ചും സൗജന്യമാണ്. കോവിഡ് പരിശോധന, രോഗിയുടെ ഭക്ഷണം, മരുന്നുകൾ, കിടക്കകൾ, വെന്റിലേറ്റർ, പ്ലാസ്മ തെറാപ്പി, ഇതെല്ലാം സൗജന്യമായി തന്നെ നാം നൽകുകയാണ്. സർക്കാർ അംഗീകൃത സ്വകാര്യ ലാബുകളിൽ കോവിഡ് പരിശോധനയ്ക്കായി സ്വമേധയാ വരുന്ന എല്ലാവർക്കും ടെസ്റ്റ് നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലും സർക്കാർ നിശ്ചയിച്ച ഫീസ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്കും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഏകീകൃത ചികിത്സാ നിരക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂ. നിശ്ചയിച്ച നിരക്ക് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കുറഞ്ഞതാണ്. ഉദാഹരണത്തിന് ICU ചാർജായി കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ 6500 രൂപ ഈടാക്കുന്നു. ആന്ധ്രാപ്രദേശിൽ 46,365 രൂപയാണത്. തമിഴ്നാട്ടിൽ 11,000 രൂപ, ഹരിയാനയിൽ, ഡൽഹിയിൽ 15,000 രൂപ, കർണാടകയിൽ 8,500 രൂപ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ ചെലവ് പൂർണ്ണമായും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് വഹിക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടാത്ത സർക്കാർ സംവിധാനം റഫർ ചെയ്യുന്ന കോവിഡ് രോഗികളുടെ ചികിത്സാ ചെലവും സർക്കാരാണ് വഹിക്കുന്നത്. കോവിഡ് റിപ്പോർട്ട് ചെയ്ത ജനുവരി 30-ന് ആലപ്പുഴയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമായിരുന്നു കോവിഡ് പരിശോധനയ്ക്കുള്ള സൗകര്യം. ഇപ്പോൾ 19 സർക്കാർ ലാബുകളിലും 10 സ്വകാര്യ ലാബുകളിലും ഉൾപ്പെടെ 24 സ്ഥലങ്ങളിൽ COVID-19 RT-PCR പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട്. 234 സ്വകാര്യ ലാബുകളിൽ ആന്റിജൻ പരിശോധനയും നടത്തുന്നുണ്ട്. പ്രതിദിന കോവിഡ് പരിശോധന 40,000 കടന്നു. ഇന്നലെ 40,352 പരിശോധനകളാണ് നടത്തിയത്. ഇന്നലെ വരെ ആകെ 15,25,792 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ആകെ റുട്ടീൻ സാമ്പിൾ 6,08,939. വിമാനത്താവള നിരീക്ഷണ സാമ്പിൾ 77,231. സെന്റിനൽ നിരീക്ഷണ സാമ്പിൾ 1,69,312. സിബിനാറ്റ് 7,580. ട്രൂനാറ്റ് 68,286. ആന്റിജൻ പരിശോധന 5,94,454.
155 CFLTCകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 21,700 കിടക്കകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ പകുതിയോളം കിടക്കകൾ ഒഴിവാണ്. ഇതുകൂടാതെ ഒന്നാം ഘട്ടത്തിൽ തന്നെ 148 CFLTCകളും 20,104 കിടക്കകളും തയ്യാറാണ്. ആകെ 1076 CFLTCകളിലായി 90,785 കിടക്കകളാണ് സജ്ജമാക്കിയത്. CFLTCകളിലേക്ക് ഡോക്ടർമാർ, നഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ, ഫാർമസിസ്റ്റ് ഇങ്ങനെ 1843 പേരെ ഈ CFLTCകളിൽ മാത്രമായി നിയമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീ മുഖാന്തരം 50,000 പേർക്ക് ഈ വർഷം തൊഴിൽ നൽകുന്നതിനായി അതിജീവനം കേരളീയം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കുകയാണ്. റീബിൽഡ് കേരളയുടെ ഭാഗമായി 145 കോടി രൂപയും പ്ലാൻ ഫണ്ട് ഇനത്തിലായി 20.5 കോടി രൂപയും പ്ലാൻ ഫണ്ട് ഇനത്തിലായി 20.5 കോടി രൂപയുമാണ് ഈ പദ്ധതിക്കായി ചെലവഴിക്കുക. റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് 145ഉം പ്ലാൻ ഫണ്ടിന്റെ ഭാഗമായിട്ട് 20.5 കോടിയും. ഈ പദ്ധതിക്ക് പ്രധാനമായും 5 ഉപഘടകങ്ങളുണ്ടാകും. അതിലൊന്ന് യുവകേരളം പദ്ധതി. 10,000 യുവതീ യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ദരിദ്ര കുടുംബങ്ങളിലെ 18നും 35നും ഇടയിൽ പ്രായമുള്ള അംഗങ്ങളായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ. പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും 45 വയസ്സുവരെ അംഗങ്ങളാകാം. 100% സൗജന്യ പരിശീലനം, സൗജന്യ യാത്ര, താമസം, ഭക്ഷണം, യൂണിഫോം, പോസ്റ്റ് പ്ലേസ്മെന്റ് സപ്പോർട്ട്, കൗൺസിലിംഗ്, ട്രാക്കിംഗ് 1 വർഷം. ഇതെല്ലാം ഈ പദ്ധതിയുടെ സവിശേഷതകളാണ്. ഏകദേശം 10,000 പേർക്ക് ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. വ്യക്തിഗത സംരംഭകർക്ക് പരമാവധി 2.5 ലക്ഷം രൂപയും ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് പരമാവധി 10 ലക്ഷം രൂപ വരെയുള്ള അത്തരം പ്രോജക്റ്റുകൾ ഈ പദ്ധതി പ്രകാരം ഏറ്റെടുക്കാൻ കഴിയും. ഈ ഓണക്കാലത്ത് ശമ്പളവും പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളുമായി 7,000-ലധികം കോടി രൂപ വിതരണം ചെയ്തു. ശമ്പളം, ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ്, അഡ്വാൻസ് 2,304.57. സർവീസ് പെൻഷൻ 1,545. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,170.71. ക്ഷേമനിധി പെൻഷൻ സഹായം 158.85. ഓണക്കിറ്റ് 440. നെല്ല് സംഭരണം 710. ഓണം റേഷൻ 112. കൺസ്യൂമർ ഫെഡ് 35. പെൻഷൻ, ശമ്പളം, ഗ്രാറ്റുവിറ്റി, കുടിശ്ശിക എന്നിവയ്ക്ക് KSRTCക്ക് നൽകിയത് 140.63. ആശാവർക്കർമാർ 26.42. സ്കൂൾ യൂണിഫോം
30. ഇതുകൂടാതെ എൻഡോസൾഫാൻ ദുരിതബാധിതർ, അംഗൻവാടി വർക്കർമാർ, അടഞ്ഞുകിടന്ന തൊഴിൽ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായുള്ള സഹായങ്ങൾ, ഇവയെല്ലാം അടക്കം 7,000-ലധികം കോടി രൂപയാണ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തിട്ടുള്ളത്. കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ വരുമാനം ഗണ്യമായി കുറഞ്ഞ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊരു സാഹചര്യത്തിലും ഓണമുണ്ണുക എന്നത് മലയാളിയുടെ വലിയ ആഗ്രഹമാണ്. മഹാദുരിതത്തിന്റെ കാലത്തും ഒരാൾക്കും ഇതിന് വിഘ്നം വരാൻ പാടില്ലെന്ന നിർബന്ധം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് പെൻഷനുകളടക്കം മുൻകൂറായി ഈ പഞ്ഞസമയത്തും വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഓണക്കാലത്ത് അവശത അനുഭവിക്കുന്നവർക്ക് പ്രത്യേക സഹായം നൽകുന്നുണ്ട്. അവയിൽ ചിലത് ഒരു വർഷത്തിലധികമായി പൂട്ടിക്കിടക്കുന്ന 287 കശുവണ്ടി ഫാക്ടറികളിലെ 23,632 തൊഴിലാളികൾക്ക് ഓണത്തോടനുബന്ധിച്ച് 2,000 രൂപ വീതം എക്സ്ഗ്രേഷ്യ, കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ 10 കിലോഗ്രാം വീതം അരിയും വിതരണം ചെയ്യുന്നതിന് 5,31,72,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. മരം കയറ്റത്തിനിടെ അപകടം സംഭവിച്ചതിനെ തുടർന്ന് ജോലി ചെയ്യാൻ കഴിയാതെ അവശരായ 153 അപേക്ഷകർക്കും മരം കയറ്റത്തിനിടെ മരണമടഞ്ഞവരുടെ ആശ്രിതരുടെ 97 അപേക്ഷകളും ഉൾപ്പെടെ ആകെ 250 അപേക്ഷകളിൽ 1,71,85,000 രൂപ അനുവദിച്ചു. ഒരു വർഷത്തിലധികം കാലയളവിൽ പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കയർ സൊസൈറ്റികൾ, തോട്ടങ്ങൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികൾക്കായുള്ള എക്സ്ഗ്രേഷ്യ ധനസഹായത്തിലേക്കായി 6,065 ഫാക്ടറി തൊഴിലാളികൾക്ക് 1,21,30,000 രൂപ, 2,666 എസ്റ്റേറ്റ് തൊഴിലാളികൾക്കായി 53,32,000 രൂപ, 2,178 കയർ തൊഴിലാളികൾക്കായി 43,56,000 രൂപ, ഇങ്ങനെ ആകെ 2,18,18,000 രൂപ അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് പ്രത്യേകം ഓണക്കിറ്റ് വിതരണം നടത്തുന്നതിന് 20 കിലോഗ്രാം അരി, 1 കിലോ വെളിച്ചെണ്ണ, 2 കിലോ പഞ്ചസാര, അങ്ങനെ 19,06,632 രൂപ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരായ തൊഴിലാളികൾക്ക് 2,000 രൂപ പ്രത്യേക ധനസഹായം അനുവദിച്ചു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികൾക്ക് കോവിഡ്-19മായി ബന്ധപ്പെട്ട് 1,000 രൂപ വീതം രണ്ടാം ഗഡു ധനസഹായം നൽകും. തീപിടുത്തത്തിന്റെ കാരണം ഉൾപ്പെടെയുള്ള സാങ്കേതിക വശം പരിശോധിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മീഷണർ എ കൗശികന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. KSDA മെമ്പർ സെക്രട്ടറി, ഫയർ ആൻഡ് റെസ്ക്യൂ ടെക്നിക്കൽ ഡയറക്ടർ, PWD ചീഫ് എഞ്ചിനീയർ, വൈദ്യുതി വകുപ്പിലെ ചീഫ് ഇലക്ട്രൽ ഇൻസ്പെക്ടർ ഇവരെല്ലാം അടങ്ങുന്നതാണ് ഈ കമ്മിറ്റി.
തീപിടുത്തത്തിന്റെ കാരണം, നഷ്ടം, ഏതെല്ലാം ഫയലുകൾ നഷ്ടപ്പെട്ടു, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, ഇവയെല്ലാമാണ് ഈ സമിതി പരിശോധിക്കേണ്ടത്. ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തീപിടുത്തം ചെറുതാണെങ്കിലും സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിച്ച് ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ഇന്നലെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളും സഹായങ്ങളും നിരവധിയായി ലഭിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിന് ഇടവേള വന്നതിനാൽ ഈ ദിവസങ്ങളിലെല്ലാമുള്ള കാര്യങ്ങൾ ഇവിടെ വായിക്കുന്നത് അസാധ്യമാണ്. കോട്ടയം ജില്ലയിലെ കോറി ക്രഷർ ഉടമകൾ 57 ലക്ഷം, കോൺഗ്രസ് എസിന്റെ സ്ഥാപക ദിനാഘോഷം നടത്താനായി മാറ്റിവെച്ച 4,70,500 രൂപ കോൺഗ്രസ് എസ് പ്രസിഡന്റ് കൂടിയായ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി കൈമാറിയിട്ടുണ്ട്. 5000 കുടുംബങ്ങൾക്ക് 1000 രൂപ വെച്ച് ഉദ്ദേശം 1/2 കോടി രൂപ സഹായധനം നൽകിയതായി കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ. CM, ഈ സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തിൽ അങ്ങ് അന്വേഷണം 2 തരം അന്വേഷണ സമിതി പറഞ്ഞു, പോലീസും ഉദ്യോഗസ്ഥ സമിതിയും. ഇപ്പൊ പ്രതിപക്ഷം പ്രധാനമായി ആരോപിക്കുന്നത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളുടെ ഫയൽ കത്തിച്ചു, ഇതിൽ അട്ടിമറിയുണ്ട് എന്നുള്ള ആക്ഷേപമാണ്. ഇതില് ചൊവ്വാഴ്ച വൈകുന്നേരമാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാഗികമായി ചില ഫയലുകൾ അവിടെ കത്തിയിട്ടുണ്ട്. അപ്പം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനാണ് 2 തരത്തിലുള്ള അന്വേഷണ സംവിധാനം നിയോഗിച്ചത്. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായ പരിശോധന നടക്കുമല്ലോ. അതിന് നമ്മൾ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതിന് റിപ്പോർട്ട് വരട്ടെ, അതോടെ എല്ലാ കാര്യങ്ങളും വ്യക്തത വരും. അപ്പം അങ്ങനെ അതിന് കാത്തു നിൽക്കുന്നതാണല്ലോ നല്ലത്. അപ്പം ആ ഒരു സമീപനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഈ നമ്മുടെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ കമ്മീഷൻ തട്ടിപ്പിനെ പറ്റി ചില ആക്ഷേപങ്ങൾ വന്നല്ലോ. ഈ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പരിശോധിക്കുമെന്ന് ഇതുപോലൊരു വാർത്താ സമ്മേളനത്തിൽ ഓഗസ്റ്റ് 8-ന് CM പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ 4.25 കോടിയാണോ 9 കോടിയാണോ എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു. ഈ സാഹചര്യത്തിൽ പരിശോധിക്കാൻ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് സർക്കാർ അക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും പൂർണ്ണമായ തോതിൽ വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പം അത് വിവരങ്ങൾ ലഭിച്ചാൽ അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുക. ഇക്കാര്യത്തിൽ ഒരു വിദേശ നയതന്ത്ര പ്രതിനിധിയായ കോൺസുൽ ജനറലാണ് കരാർ ഒപ്പിട്ടത്. ധാരണാപത്രം ഒപ്പിട്ടത് ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിൽ. കരാർ ഒപ്പിട്ടത് വേറെ ആളുകൾ. നമ്മുടെ സ്ഥലത്താണ് ഈ ഒരു ഫ്ളാറ്റ് പണിയുന്നത്. ഇതിൽ 4.5 കോടിയുടെ കോഴ ഉണ്ടെന്ന് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പറഞ്ഞിട്ട്, എന്നിട്ടും അന്വേഷണം വേണ്ടേ? ഇത് നമ്മൾ കാണേണ്ടത് സാധാരണ നിലയിലുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി വിവരം കിട്ടിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കൂ. അപ്പം അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിൻ്റെ വിവരങ്ങൾ കിട്ടട്ടെ. അന്വേഷണ ഏജൻസിക്ക് ചില വിവരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഇടപെട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ മറ്റു തരത്തിൽ സർക്കാരിന് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സർക്കാരും റെഡ് ക്രസന്റും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. അത് സർക്കാർ വിട്ടു നൽകുന്ന സ്ഥലത്ത്
അവർ ഭവന സമുച്ചയം പണിയുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പ്രത്യേക ഏജൻസിയെ നിശ്ചയിക്കുന്നു. ആ ഏജൻസിയുമായി കരാറുണ്ടാക്കിയെന്നിപ്പോൾ വാർത്തകൾ വന്നിട്ടുണ്ട്. അതുപ്രകാരം പണം ചെലവഴിക്കുന്ന കാര്യങ്ങൾ അതിന് സാധാരണ നിലക്ക് സംസ്ഥാന സർക്കാരിന് പ്രത്യേക റോളില്ല എന്നാണ് നാം കാണേണ്ടത്. അപ്പോൾ ലൈഫുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പൊതുവായ നിബന്ധനകളുണ്ടല്ലോ. ഏത് സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് കെട്ടിടങ്ങൾ വേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടമാണോ പണിയുന്നത്, അത് സർക്കാരിൽ നിന്ന് അംഗീകാരം, ലൈഫ് മിഷനിൽ നിന്ന് ആ പ്ലാൻ സമർപ്പിച്ചുകൊണ്ട് അംഗീകാരം വാങ്ങിയെന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യത്തിലേ ലൈഫ് മിഷനായാലും സർക്കാരായാലും ബന്ധപ്പെടുന്ന അവസ്ഥ ഇതിൽ വന്നിട്ടുള്ളൂ. കരാറപ്പെട്ടതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി വികാസ് സ്വരൂപ് ഇന്ന് പാർലമെന്ററി സമിതി അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ UAE റെപ്രസന്റുമായി കേരളം കരാർ ഒപ്പിട്ടത് അനുമതി തേടാതെയാണ്. അത് സംസ്ഥാനത്തിന് വീഴ്ചയാണെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വികാസ് സ്വരൂപ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രതികരണം എന്താണ് മുഖ്യമന്ത്രിയുടെ? ഇത്തരമൊരു കരാർ ഒപ്പിടുന്നതിന് പ്രത്യേക അനുമതിയുടെ ആവശ്യം വരുന്നില്ല. അത് സാധാരണ നിലക്ക് ഒരു വിദേശത്തുള്ള സർക്കാരുമായി അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരുമായി കരാർ ഒപ്പിടുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ അനുമതി വേണ്ടി വരും. ഇതിന് പ്രത്യേക അനുമതിയുടെ പ്രശ്നം വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ സാധാരണ നിലക്ക് ഇത്തരമൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറം അതിന് അനുമതി വാങ്ങേണ്ട പ്രശ്നമൊന്നും അതിലുദിക്കുന്നില്ല. കേസുമായി ബന്ധപ്പെട്ടിട്ട് താങ്കളുടെ ഓഫീസിനെതിരെ ചില മാധ്യമങ്ങൾ നിരന്തരമായി വാർത്തകൾ കൊടുത്തു. ഇന്നിപ്പം അതിന് നേതൃത്വം നൽകിയ മാധ്യമങ്ങളിൽപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ, ജനം ടിവിയുടെ കോർഡിനേറ്റർ അനിൽ നമ്പ്യാര് NIA മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇതേക്കുറിച്ച് എന്താണ് എന്തെങ്കിലും? അതില് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയേണ്ടതല്ലോ. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവരുണ്ട്, അതിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട്. അവരാണല്ലോ അത് വ്യക്തമാക്കേണ്ടത്. ഇന്നത്തെ അവസ്ഥയിൽ അതുമായി ബന്ധപ്പെട്ട് BJP തന്നെയാണ് പ്രതികരിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. ഞാനതിനെക്കുറിച്ച് പറയാൻ ആളല്ലോ, ഞാനല്ലോ പറയട്ടത്. CM, ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ റെഡ് ക്രസന്റും അതോടൊപ്പം തന്നെ അതിൽ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉയർന്നപ്പോൾ 4.25 കോടി രൂപ ഇതിൽ കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങയുടെ മാധ്യമ ഉപദേഷ്ടാവാണ്. ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന മന്ത്രി തോമസ് ഐസക് അക്കാര്യം താൻ നേരത്തെ അറിഞ്ഞിരുന്നതാണ് എന്ന് പറയുകയും ചെയ്ത്, അപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയും അറിഞ്ഞിട്ടില്ലേ? അല്ല, മുഖ്യമന്ത്രി അറിയുന്നത് സാധാരണ സർക്കാർ റിപ്പോർട്ടുകളായിട്ട് വരുമ്പോഴാണ്. നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യാറുണ്ട് മാധ്യമങ്ങൾ. ആ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞാൽ നാളെ നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കും, നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്, പിന്നെ അത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയും? അപ്പോൾ എനിക്ക് എന്റേതായ പരിമിതികൾ അത്തരം കാര്യങ്ങളിലുണ്ട്, അത് മനസ്സിലാക്കണം. CM നേരത്തെ പറഞ്ഞു ഈ UAE ഇത്തരമൊരു സംഘടനയുമായി ഇവിടെ ഒരു കരാർ ഉണ്ടാക്കിയതിനെ കുറിച്ച് കേന്ദ്രത്തെ അറിയിക്കേണ്ടതായിരുന്നു എന്ന്. അങ്ങനെ അറിയിച്ചിരുന്നോ ഈ റെഡ് ക്രസന്റിന്റെ നമ്മുടെ ഇവിടുത്തെ കാര്യത്തിൽ? അല്ല, സാധാരണ നിലക്ക് അതേ വരുന്നുള്ളൂ എന്നർത്ഥം. അറിയിച്ചിട്ടില്ലെങ്കിൽ ഇനിയും അറിയിക്കാമല്ലോ, അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊരു നല്ല കാര്യത്തിനാണല്ലോ. പിന്നെ അതിനകത്ത് വേറെ ചില വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അതിന്റെ ഏജൻസികൾ നടത്തട്ടെ. CM, അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് താങ്കളെടുത്ത സമയം വിവാദമായിട്ടുണ്ട്. സ്പീക്കർക്കെതിരെ അടക്കം ആക്ഷേപമുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച 8ഓളം അഴിമതി ആരോപണങ്ങൾ, പ്രത്യേകിച്ചും ലൈഫ് മിഷൻ കമ്മീഷൻ തട്ടിപ്പ്, പമ്പ മണലെടുപ്പ്, ബെവ്കോ ആരോപണം, ഇതിലൊന്നും താങ്കൾ മറുപടി നൽകിയില്ല എന്നാണ് ആക്ഷേപം. ഇതില് സമയമെടുത്തതിൽ സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും. ആ വിഷമം പ്രതിപക്ഷത്തിനുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന് ഞാനെന്ത് ചെയ്യും? ഞാൻ സ്വീകരിച്ച സമീപനം എന്താ? നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഗവൺമെന്റിനെതിരെയുള്ള അവിശ്വാസമാണ്. പ്രതിപക്ഷം പറഞ്ഞത് ഈ അവിശ്വാസ പ്രമേയം കൊണ്ട് ഈ സഭയിൽ ഭൂരിപക്ഷം നേടിക്കളയാൻ ഞങ്ങൾ ധരിക്കുന്നില്ല, ഞങ്ങൾ ജനങ്ങളെ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നാണ്. അപ്പോൾ സർക്കാരിൽ ജനങ്ങൾക്ക് അവിശ്വാസമുണ്ടോ? അതാണ് ഞാൻ ഒരു ഭാഗം പറഞ്ഞത്. ആ ഭാഗം എന്താ? ഞാൻ ആകെ അത് വിശദീകരിക്കാൻ പോവുകയല്ല, അതിനെപ്പറ്റി ശങ്കിക്കണ്ട. ആ ഭാഗം ഞങ്ങൾ അധികാരത്തിൽ ഏറുമ്പോൾ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്ന, അതിന് വിരുദ്ധമായ
എന്തെങ്കിലും കാര്യം സർക്കാരിൽ നിന്നുണ്ടായോ? അതിനെ തുടർന്ന് സർക്കാർ എന്തൊക്കെ ചെയ്തു? ജനങ്ങൾക്ക് എങ്ങനെയത് ഉപകാരപ്രദമായി? ജനങ്ങൾ എങ്ങനെയത് സ്വീകരിച്ചു? ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഓരോ കാര്യവും ജനങ്ങൾ നല്ല രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കതിൽ സർക്കാരിനോട് മതിപ്പ് മാത്രമേ ഉള്ളൂ. ഓരോ കാര്യവും എടുത്ത് ഞാൻ ചോദിച്ചു, ഈ കാര്യം ചെയ്തതിലാണോ അവിശ്വാസം എന്ന് തന്നെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 4 മണിക്കൂറല്ല, അതിനേക്കാളും കൂടുതൽ പറയാനുണ്ടാവും. പക്ഷേ ഞാൻ ചുരുക്കി പറയാനാണ് ശ്രമിച്ചത്. പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ ഇതിങ്ങനെ അധികം നീണ്ടുപോകുന്നത് ശരിയല്ലല്ലോ, നമുക്ക് അവസാനിപ്പിക്കേണ്ടതെന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു സ്നേഹപൂർവമായ പ്രതികരണം അപ്പുറത്ത് വരവ് തുടങ്ങി. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ടേ എന്നൊരു ഘട്ടത്തിൽ ഞാൻ ചോദിച്ചു. കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈഫിന്റെ പ്രശ്നം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ലൈഫ് ഞാൻ നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ലൈഫിന്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങൾ നടന്നു വന്നത് ഞാൻ വിവരിച്ചിട്ടുണ്ട്. ലൈഫിനെ പറ്റി തെറ്റായൊരു ചിത്രീകരണം നടത്താൻ ശ്രമിച്ചതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോയിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആവട്ടെ അതും പറയാം, അത് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഇപ്പോൾ വേണമെന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല പറയാ എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ കണ്ടല്ലോ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. നമ്മളൊക്കെ സംസ്കാര സമ്പന്നരായ മനുഷ്യരാണെന്നല്ലേ നമ്മളെല്ലാവരും ധരിക്കുന്നത്. എന്ത് സംസ്കാരമായിരുന്നു അവിടെ അന്ന് കണ്ടത്? ഇതാണോ സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട ഒരു നില? ഞാൻ പറഞ്ഞത് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തം വെച്ചുകൊണ്ടാണല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് LDF ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അതിന് എൻ്റെ മുഖത്ത് നോക്കി കള്ളാന്ന് വിളിക്കലാണോ ശരിയായ മാർഗം? എന്തെല്ലാം തെറികളാണ് വിളിച്ചു പറഞ്ഞത്? പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങൾ ആ വെല്ലിലിറങ്ങി വിളിക്കുകയായിരുന്നില്ലേ? ആ വിളിച്ചവരാരും സംസ്കാരഹീനരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതാണോ സംസ്കാരം? ഇതാണോ സ്വീകരിക്കേണ്ട രീതി? നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും വിഷമം അതിൽ തോന്നിയോ? നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുണ്ടല്ലോ, നാട്ടുകാരെ നല്ലതുപോലെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ, അവർക്കാർക്കും അതിനെപ്പറ്റി ഒന്നും തോന്നിയില്ലല്ലോ. ഈ തരത്തിൽ സംസാരിക്കാൻ അനുവദിക്കാതെ തുടർച്ചയായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതും ന്യായമായ മുദ്രാവാക്യമല്ലല്ലോ, തെറിയാണല്ലോ. അപ്പൊ എന്റെ സംസാരത്തെ തടയലായിരുന്നല്ലോ ഉദ്ദേശം. അപ്പൊ ഞാൻ പറയാൻ ബാക്കി വെച്ചിരുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ ഞാൻ സന്നദ്ധനായി. എന്നെ അവർ പറയാൻ അനുവദിക്കാത്ത തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ അവിടെ സംഭവിച്ചത്. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഇരിക്ക്, ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? അവിടെ ആരെങ്കിലും നിയന്ത്രിക്കാൻ തയ്യാറായോ? എന്താ അനിയന്ത്രിതമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണോ നിയമസഭ? നിയമസഭയിലെ ഏത് കക്ഷിയുടെ അംഗങ്ങൾ പെരുമാറുന്നുണ്ടെങ്കിലും ആ കക്ഷിയുടെ നേതാക്കൾ ഇടപെട്ടാൽ അത് നിൽക്കും. കാരണം പരിണിതപ്രജ്ഞരായ ആളുകളല്ലേ നിയമസഭയിൽ എത്തുന്നത്. അപ്പോൾ ഒരു സന്ദേശം നാട്ടിൽ നൽകുന്നതിന്റെ ഭാഗമായിട്ടല്ലേ അതുണ്ടായത്. അതല്ലേ അവിടെ കണ്ടത്. അപ്പൊ ഞാൻ മറുപടി പറയാതിരുന്നല്ല, ഞാൻ മറുപടി പറയാൻ സന്നദ്ധനായിരുന്നു. മറുപടി കേൾക്കാൻ നിൽക്കാതെ തെറി മുദ്രാവാക്യത്തിലേക്ക് പോവുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അതാണ് സംഭവിച്ചത്. ഈ സെക്രട്ടറിയുടെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ആ സംഭവം ഉണ്ടായി മിനിറ്റുകൾക്കകം BJPയുടെ സംസ്ഥാന അധ്യക്ഷനും BJPയുടെ നേതാക്കളും സെക്രട്ടറി ഉള്ളിൽ കയറി പ്രതിഷേധിച്ചു. അതിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് EP ജയരാജൻ മന്ത്രി ആരോപിക്കുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിൽ അംഗം സമാനമായ അഭിപ്രായപ്രകടനം നടത്തിയ വാർത്തകളുണ്ട്. അത്തരത്തിലേതെങ്കിലും ദുരൂഹത ഈ വിഷയത്തിൽ സർക്കാർ കാണുന്നുണ്ടോ? അന്വേഷണത്തിന്റെ ഭാഗമായി അതും പരിശോധിക്കും.
അന്വേഷണം എന്തൊക്കെ അന്വേഷിക്കണം എന്നുള്ളത് അവരന്വേഷിക്കട്ടെ. നമ്മളിപ്പോൾ അത് ഓരോന്നും ഇന്നത് അന്വേഷിക്കണമെന്ന് പറയുന്നത് ഭംഗിയല്ല. അവരന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തട്ടെ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്ത് സാധാരണഗതിയിൽ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ആ ക്രമീകരണങ്ങളൊന്നും പാലിക്കാതെ പെട്ടെന്ന് തന്നെ അതിനകത്ത് ചാടിക്കയറുന്ന നിലയാണുണ്ടായത്. അത് സാധാരണ നിലക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് സർക്കാർ ഗൗരവമായി കാണുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേക അന്തരീക്ഷത്തിലും അത് പാടില്ലാത്തതാണ്. ഒരു തീ പിടിച്ചു എന്ന് കേട്ടപ്പോൾ ഉടനെ അതിന് മറ്റു മാനങ്ങൾ ചാർത്തിക്കൊടുക്കാനാണ് BJP ആയാലും UDF ആയാലും ശ്രമിച്ചിട്ടുള്ളത്. ആദ്യം BJP എത്തി. ചില കാര്യങ്ങളെല്ലാം അങ്ങനെയാണല്ലോ ഇന്ന് കേരളത്തിൽ നടന്നു വരുന്നത്. സുരേന്ദ്രൻ ആദ്യം പറയുക, പിന്നാലെ മറ്റു ചിലർ പറയും. അതാണല്ലോ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. സുരേന്ദ്രൻ ആദ്യം എത്തുന്നു, പിന്നാലെ UDF നേതാക്കൾ എത്തുന്നു. ഇവിടെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. അതല്ലല്ലോ വേണ്ടത് സാധാരണഗതിയിൽ. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടായതെന്താ? കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ. ഇത് കാലം നേരത്തെ കണ്ടതാണല്ലോ. നമ്മൾ കണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യാപനത്തെ തടയാൻ നാടാകെ ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി കർശനമായ രീതിയിൽ ഇടപെട്ട് ഇതിലെന്തൊക്കെ നിലപാട് സ്വീകരിക്കണമെന്ന് പൊതുവെ രാഷ്ട്രീയ കക്ഷികളോട് പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ അവധി കഴിഞ്ഞിട്ടില്ല. അതെല്ലാം അറിയാവുന്നവർ തന്നെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. വലിയ ശാരീരിക അകലം പാലിക്കാൻ ബാധ്യപ്പെട്ടവർ ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ നീങ്ങുമെന്ന തരത്തിലുള്ള നീക്കങ്ങളാണ്. തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ബലപ്രയോഗത്തിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ? ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്താ? ഇതിലൂടെ കോവിഡ് വ്യാപനത്തിൻ്റെതായ അന്തരീക്ഷം ഒരുക്കുകയല്ലേ? അതിന്റെ അടിത്തറ ഒരുക്കുകയാണല്ലോ. ഇതാണ് നാം ഗൗരവമായി കാണേണ്ടത്. അന്വേഷണം ഫലപ്രദമായ ഏജൻസികളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന്, അതിന്റെ സാങ്കേതിക വശം പരിശോധിക്കാൻ മാത്രമാണ്. രണ്ടാമത്തത്, നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് എന്താണോ കണ്ടെത്തുന്നത് അതനുസരിച്ചുള്ള നടപടികളിലേക്ക് നമുക്ക് കടക്കാം. ഏതെങ്കിലും ഫയൽ NIAക്ക് കൊടുക്കാനുള്ളതുണ്ടോ? ഈ NIAക്ക് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് സ്വീകരിക്കാൻ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കത്തി എന്ന് പറയുന്നതിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രാഥമികമായ റിപ്പോർട്ട് അനുസരിച്ച് സുപ്രധാനമായ ഒരു ഫയലുമില്ല. കത്തിയത് ചില ഭാഗങ്ങളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഏതെങ്കിലും സുപ്രധാനമായ ഫയലുകളല്ല എന്നതും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. CM, അങ്ങ് സൂചിപ്പിച്ചത് അങ്ങ് മറുപടി പറയാൻ തയ്യാറായിരുന്നു, എന്നാൽ കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ 8ഓളം വിഷയങ്ങളിൽ മറുപടി ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. അതുതന്നെ താങ്കൾ മണിക്കൂറുകൾ സംസാരിച്ച ശേഷമാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തുന്നത്. പല വിഷയങ്ങളിലും മറുപടി കിട്ടാതെ പോയി എന്നുള്ളത് കൊണ്ടല്ലേ അത്തരത്തിലൊരു പ്രതിഷേധത്തിന് നിയമസഭ വേദിയാകുന്നത്? ഒറ്റ വിഷയത്തിൽ മറുപടി പറയാതെയില്ല. എല്ലാ വിഷയത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ആകെ വന്നത് ഈ അനിൽ അക്കര എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എന്റെ മണ്ഡലത്തിൽ ആ പ്രശ്നത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലാലോ, ഞാൻ പറയാ എന്നും പറഞ്ഞു. അത് മാത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും കൂട്ടർ പറയുന്നത് കേട്ടിട്ട് അത് മുഴുവൻ ശരിയാണെന്ന് ധരിച്ചിട്ട് വർത്തമാനം പറയാൻ തയ്യാറാകരുത്. നിങ്ങളും കാര്യങ്ങൾ വിലയിരുത്താൻ തയ്യാറാകണമല്ലോ. അങ്ങനെ വിലയിരുത്തിയാൽ ഈ പറഞ്ഞ 8 ഏതാണെന്ന് അന്നേരം മനസ്സിലാവും. എല്ലാ കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോഴും ഈ വിവാദ ഫ്ളാറ്റിന് നിർമ്മാണ അനുമതിയില്ല എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് അങ്ങേക്ക് ബോധ്യമുണ്ടായിരുന്നോ? അങ്ങനെ ഒരു വിവരം എന്റെ അടുത്തില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമായ അനുമതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആരാണോ അനുമതി കൊടുക്കേണ്ടത് അവരനുമതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിവാദം വന്നിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സർക്കാരിനെ അത് സംബന്ധിച്ച് അന്വേഷിക്കാം, അതിനൊരു തടസ്സവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം, വിജിലൻസ് അന്വേഷണമോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ സ്റ്റേറ്റിന്റെ ഒരു ഇനിഷ്യേറ്റീവിൽ നമ്മൾ ഇപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
അല്ല, ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന എന്തെങ്കിലും നടപടികൾക്ക് തടസ്സമില്ല എന്ന നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും പാർട്ടി സ്വീകരിക്കാറുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വ്യക്തമാക്കിയല്ലോ, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം നമുക്ക് എന്താണെന്ന് നോക്കാന്നുള്ളത്. ഈ നീറ്റ് ഈ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിലപാടുകൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിലപാടൊന്നും ഞങ്ങൾ ഇപ്പോ അറിയിച്ചിട്ടില്ല. 7 സംസ്ഥാനങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു നിലപാട് ഞങ്ങൾ ഇതേവരെ എടുത്തിട്ടില്ല. CM ഇതിനിടയിലായിരുന്നു ഈ പെരിയ ഇരട്ടക്കൊലക്കേസിൽ സർക്കാരിന്റെ നിലപാട് തള്ളിക്കൊണ്ട് CBI അന്വേഷണം ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നു. ഇതിൽ സർക്കാരിന് ഇനിയുള്ള നിലപാട് എന്താണ്? പ്രതിപക്ഷമൊക്കെ പറഞ്ഞ് സർക്കാർ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാണ്, വലിയ തുക മുടക്കി ഡൽഹിയിൽ നിന്നൊക്കെ അഭിഭാഷകരെ കൊണ്ടുവന്നുകൊണ്ട് CBI അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നുള്ള ആക്ഷേപമൊക്കെ വരും. ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളൊക്കെ സമരത്തിനൊക്കെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് കോടതിയുടെ നിലപാടുകൾ എപ്പോഴും കോടതിയുടെ നിലപാട് അംഗീകരിച്ചു പോകുന്ന നിലയാണ് സർക്കാർ അംഗീകരിക്കുക. പിന്നെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ നോക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ സ്വീകരിക്കുന്ന നിലപാട്. CMA ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുഗതാഗത സംവിധാനത്തിൽ ഇളവ് അനുവദിച്ചല്ലോ. ഇപ്പൊ സെപ്റ്റംബർ മാസത്തിൽ കോവിഡ് കൂടുതൽ പടർന്നു പിടിക്കുമെന്നാണല്ലോ ഇപ്പൊ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ ഇത് കൂടുതൽ അപകടം ചെയ്യില്ലേ? തീർച്ചയായും ആ ജാഗ്രത നമുക്ക് വേണം. എന്നാൽ ഓണ ആഘോഷം തടസ്സപ്പെടുന്ന തരത്തിലുള്ളൊരു നില വരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ചില ഇളവുകൾ അനുവദിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരായവരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ജാഗ്രത പാലിച്ചു പോകണമെന്ന് തന്നെയാണ് കാണുന്നത്. അത് പൊതുവെ എല്ലാ സ്ഥലത്തും ആ ജാഗ്രത പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. ഈ ക്വാറന്റൈനിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ട്. ചില ഹ്രസ്വ സന്ദർശനത്തിന് വരുമ്പം ക്വാറന്റൈൻ വേണ്ടെന്ന് പറയുന്നു, 14 ദിവസം പറയുന്നു. അങ്ങനെ പല പല ആശയക്കുഴപ്പങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇതിലൊരു കോമൺ ആയിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒരു ഹ്രസ്വ സന്ദർശനം എന്ന് പറഞ്ഞാൽ മടക്ക ടിക്കറ്റോടുകൂടി ഒരു 7 ദിവസത്തിനുള്ളിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ വേണ്ട എന്ന് നേരത്തെ നമ്മളൊരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു അപ്പം തന്നെ തിരിച്ചു പോവുകയാണ്. അവർ ക്വാറന്റൈനിൽ പോകണമെന്ന നിലപാട് നമുക്കില്ല. ഒരു ബിസിനസ് ആവശ്യാർത്ഥം വരുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അപ്പോൾ ആ ദിവസം കഴിഞ്ഞ് അവർ പോവും. അപ്പോൾ അതിന് ക്വാറന്റൈൻ ഇവിടെ നിർബന്ധമാക്കുന്നില്ല. എന്നാൽ അങ്ങനെ വരുന്നവർ ഞങ്ങൾക്ക് രോഗമില്ല എന്ന നിലപാട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നത് നല്ലതാണ്. ആ പരിശോധനയ്ക്ക് വിധേയരായവരേക്കണം വരുന്നത്. അതിന് മറ്റു പ്രശ്നങ്ങൾ ഇല്ല. അതേസമയം ദീർഘകാലം താമസിക്കാനാണ് വരുന്നതെങ്കിൽ 14 ദിവസം ക്വാറന്റൈൻ വേണമെന്ന നിലപാട് എടുത്തിട്ടുണ്ട്. അതാണ് പൊതുവെ എടുത്ത നില. CM പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഏതാണ്ട് 2000 കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയ ശേഷം ഇപ്പോൾ പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഒരു പോപ്പുലർ ഫിനാൻസ് എന്ന പേരുള്ള സ്ഥാപനം. ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടമായി, ഒരുപാട് ആളുകൾക്ക് ഈ വഞ്ചിക്കപ്പെട്ടു. ഈ കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും ഒരു കാര്യമായ ഒരു അന്വേഷണത്തിന് തയ്യാറുണ്ടോ? പോപ്പുലർ എന്ന പേരിൽ തന്നെയാണ് ജനങ്ങളെ വഞ്ചിക്കാൻ തയ്യാറായതല്ലേ. എനിക്ക് അതിന്റെ മറ്റു കാര്യങ്ങൾ അറിയില്ല. ഒരു വഞ്ചന നടന്നിട്ടുണ്ടെങ്കിൽ ആ വഞ്ചന നമ്മളൊരു തരത്തിലും അംഗീകരിക്കുന്നതല്ല. അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ബാക്കി നമുക്ക് പിന്നീടാവാം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പൂർണ്ണമാവുകയാണ്. കോവിഡ് വ്യാപന തോത് അതീവ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്ത് നിന്ന് 2400 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2067 പേർ രോഗമുക്തരായി. അപ്പോഴും 10 മരണങ്ങൾ ഉണ്ടാകുന്നു. രോഗവ്യാപന തോത് കൂടുന്നതനുസരിച്ച് മരണത്തിന്റെ തോതും ഉയരുകയാണ്. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണമാണ് കടന്നു പോകേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തീപിടുത്തത്തിൽ അന്വേഷണം നടക്കട്ടെ, കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധന ഉണ്ടാകട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്ന് പറയുന്നു. ലൈഫ് മിഷന്റെ വിഷയത്തിലും സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു റോളുമില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം സംസ്കാര ശൂന്യമായിരുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനവും നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി. ലൈഫ് മിഷൻ പദ്ധതിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി. വിദേശ സർക്കാരുമായി ഒപ്പിടാൻ അനുമതി മതി. ലൈഫ് മിഷൻ പദ്ധതിയിൽ സർക്കാരും റെഡ് ക്രസന്റും തമ്മിലാണ് ധാരണ. റെഡ് ക്രസന്റ് ഏജൻസിയെ നിശ്ചയിച്ചതിൽ സർക്കാരിന് റോളില്ലെന്നും മുഖ്യമന്ത്രി. ഇത്തരമൊരു കരാർ ഒപ്പിടുന്നതിന് പ്രത്യേക അനുമതിയുടെ ആവശ്യം വരുന്നില്ല.
അത് സാധാരണ നിലക്ക് ഒരു വിദേശത്തുള്ള സർക്കാരുമായി അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരുമായി കരാർ ഒപ്പിടുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ അനുമതി വേണ്ടി വരും. ഇതിന് പ്രത്യേക അനുമതിയുടെ പ്രശ്നം വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ സാധാരണ നിലക്ക് ഇത്തരമൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറം അതിന് അനുമതി വാങ്ങേണ്ട പ്രശ്നമൊന്നും അതിലുദിക്കുന്നില്ല. സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തിന് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തകർ തള്ളിക്കയറിയത് ഗുരുതര കുറ്റമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് വ്യാപനത്തിന് അത് വഴിയൊരുക്കുമെന്നും പിണറായി വിജയൻ. ഒരു തീപിടിച്ചു എന്ന് കേട്ടപ്പോൾ ഉടനെ അതിന് മറ്റു മാനങ്ങൾ ചാർത്തിക്കൊടുക്കാനാണ് BJP ആയാലും UDF ആയാലും ശ്രമിച്ചിട്ടുള്ളത്. ആദ്യം BJP എത്തി. ചില കാര്യങ്ങളെല്ലാം അങ്ങനെയാണല്ലോ ഇന്ന് കേരളത്തിൽ നടന്നു വരുന്നത്. സുരേന്ദ്രൻ ആദ്യം പറയുക, പിന്നാലെ മറ്റു ചിലർ പറയുക. അതാണല്ലോ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. സുരേന്ദ്രൻ ആദ്യം എത്തുന്നു, പിന്നാലെ UDF നേതാക്കൾ എത്തുന്നു. ഇവിടെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. അതല്ലല്ലോ വേണ്ടത് സാധാരണഗതിയിൽ. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഏറെ ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നതും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതും. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, സെക്രട്ടേറിയറ്റ് തീപിടുത്തം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എങ്ങനെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത്? ലൈഫ് പദ്ധതി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്ന പ്രധാനമായും കേന്ദ്ര അനുമതിയുമായി ബന്ധപ്പെട്ടാണ്. ലൈഫ് പദ്ധതി റെഡ് ക്രസന്റുമായി ഇത്തരത്തിൽ ധാരണാപത്രം സംസ്ഥാന സർക്കാരിന് ഒപ്പിടാൻ അധികാരമുണ്ട്. അതിന് കേന്ദ്ര അനുമതി വേണ്ട, കേന്ദ്രത്തെ അത് അറിയിച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് അറിയിച്ചു എന്ന ചോദ്യത്തിന് അറിയിച്ചില്ലെങ്കിൽ അറിയിക്കാമല്ലോ എന്നായിരുന്നു പറഞ്ഞത്. അതായത് ഈ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട് ധാരണാപത്രത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തെ ഇതുവരെ അറിയിച്ചിട്ടില്ല സർക്കാർ. അറിയിച്ചില്ലെങ്കിൽ പോലും ഇനി അറിയിക്കുമെന്നൊരു സൂചനയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. റെഡ് ക്രസന്റും സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പിടുന്നു. അതിനുശേഷം അവർ മറ്റ് 2 കരാറുകൾ ഒപ്പിടുന്നു. അത് അവർക്ക് സ്വാതന്ത്ര്യമുള്ളതാണ്, അവർക്ക് അധികാരമുള്ളതാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ തീപിടുത്തം സംബന്ധിച്ച് വിശദ അന്വേഷണം ഉണ്ടാകട്ടെ. അന്വേഷണം 2 തരത്തിലുള്ള അന്വേഷണം. ഒന്ന് പോലീസ് അന്വേഷണം, ADGP മനോജ് എബ്രഹാം നേതൃത്വം നൽകുന്ന പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ VV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, വിശദാംശങ്ങളിലേക്ക് വരാം. എന്തായാലും ഏറെ ദിവസത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. അരുൺ, തുടരാം. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം, അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ളതാണ്. പ്രാഥമികമായ വിവരം അദ്ദേഹം പങ്കുവച്ചത് ഇത് സാധാരണ തീപിടുത്തമാണ് എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഫയലുകൾ കത്തിനശിച്ചിട്ടില്ല, NIAക്ക് നൽകാനുള്ള ഫയലുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സുപ്രധാന ഫയലുകളോ കത്തിനശിച്ചിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ പ്രാഥമികമായ അന്വേഷണം വ്യക്തമാകുന്നത്. 2 തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. ഒന്ന് പോലീസിന്റെ ADGP മനോജ് എബ്രഹാം നേതൃത്വം നൽകുന്ന പോലീസ് അന്വേഷണവും അതുപോലെ തന്നെ സാങ്കേതിക കാര്യങ്ങൾ കൗശികന്റെ നേതൃത്വത്തിലുള്ള സംഘവും അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിന് ശേഷം അതിന്റെ ഫലം വരട്ടെ, അപ്പോൾ ബാക്കി നടപടികൾ സ്വീകരിക്കാം. പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിച്ച് പ്രതിഷേധിച്ചതിൽ ഗൗരവകരമായ വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. അത്തരം കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒന്ന്, സുരക്ഷാപരമായ കാര്യങ്ങളാൽ സംഭവിക്കാൻ പാടില്ല. മറ്റൊന്ന്, സംസ്ഥാനത്തെ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യത്തിൽ അധികം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നു. പരിശോധന ഉണ്ടാകും. സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. നിയമസഭയിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷത്തിന് അത്യാവശ്യ സമയം അനുവദിച്ചില്ല. മുഖ്യമന്ത്രി അധിക സമയം എടുത്തു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പ്രതിപക്ഷത്തിന് സമയം അനുവദിച്ചിരുന്നു. അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ വിഷയം പോലും മറുപടി പറയാതെ പോയിട്ടില്ല. എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം അത് കേട്ടെടുക്കാൻ തയ്യാറാകാത്തതാണ്. പകരം ബഹളമുണ്ടാക്കുകയും മോശം രീതിയിൽ പെരുമാറുകയും ചെയ്തു. അതാണ് മുഖ്യമന്ത്രിയുടെ ആ വിഷയത്തിലെ ആരോപണം. സംസ്ഥാനത്ത് ഓണക്കാലമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ, ഇളവുകൾ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു. ജാഗ്രതയോടെയുള്ള ആഘോഷങ്ങൾ മാത്രം മതി എന്നാണ് കോവിഡിന്റെ കാര്യത്തിൽ ഓണത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. കോവിഡ് രോഗബാധ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. അപ്പോഴും മരണത്തെ പിടിച്ചു നിർത്താനാകുന്നതും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഒറ്റ വിഷയത്തിലും മറുപടി പറയാതിരുന്നിട്ടില്ല എന്നാണ് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഏതെങ്കിലും ഒരു കൂട്ടർ പറയുന്നത് കേട്ട് അതാണ് ശരിയെന്ന് പറയരുത് മാധ്യമങ്ങളെന്നും കാര്യങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഒറ്റ വിഷയത്തിൽ മറുപടി പറയാതെയില്ല, എല്ലാ വിഷയത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ആകെ വന്നത് ഈ അനിൽ അക്കര എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്റെ മണ്ഡലത്തിൽ ആ പ്രശ്നത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലാലോ, ഞാൻ പറയാ എന്നും പറഞ്ഞു. അത് മാത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും കൂട്ടർ പറയുന്നത് കേട്ടിട്ട് അത് മുഴുവൻ ശരിയാണെന്ന് ധരിച്ചിട്ട് വർത്തമാനം പറയാൻ തയ്യാറാകരുത്. നിങ്ങളും കാര്യങ്ങൾ വിലയിരുത്തണമല്ലോ, വിലയിരുത്താൻ തയ്യാറാകണമല്ലോ. അങ്ങനെ വിലയിരുത്തിയാൽ ഈ പറഞ്ഞ 8 ഏതാണെന്ന് അന്നേരം മനസ്സിലാവും. എല്ലാ കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസ പ്രമേയത്തിൽ താൻ സമയമെടുത്തതിൽ പ്രതിപക്ഷ ആക്ഷേപം സ്വാഭാവികമെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷം തന്റെ മുഖത്ത് നോക്കി കള്ളനെന്ന് വിളിക്കുകയും നടുത്തളത്തിലിറങ്ങി അസഭ്യം പറയുകയും ചെയ്തു. മറുപടി പറയാൻ സന്നദ്ധനായിരുന്നുവെന്നും മുഖ്യമന്ത്രി. ഞങ്ങൾ അധികാരത്തിൽ ഏറുമ്പോൾ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് പോർലേൽപ്പിക്കുന്ന, അതിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യം സർക്കാരിൽ നിന്നുണ്ടായോ? അതിനെ തുടർന്ന് സർക്കാർ എന്തൊക്കെ ചെയ്തു? ജനങ്ങൾക്ക് എങ്ങനെയത് ഉപകാരപ്രദമായി? ജനങ്ങൾ എങ്ങനെയത് സ്വീകരിച്ചു? ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിന് എൻ്റെ മുഖത്ത് നോക്കി കള്ള എന്ന് വിളിക്കലാണോ ശരിയായ മാർഗം? എന്തെല്ലാം തെറികളാണ് വിളിച്ചു പറഞ്ഞത്? പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങൾ ആ വെല്ലിലിറങ്ങി വിളിക്കുകയായിരുന്നില്ലേ? ആ വിളിച്ചവരാരും സംസ്കാരഹീനരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കോടതി നിലപാടുകൾ സർക്കാർ അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. കേസ് സിബിഐക്ക് വിട്ടതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അത് കോടതിയുടെ നിലപാടുകൾ എപ്പോഴും കോടതിയുടെ നിലപാട് അംഗീകരിച്ചു പോകുന്ന നിലയാണ് സർക്കാർ അംഗീകരിക്കുക. പിന്നെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ നോക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ സ്വീകരിക്കുന്ന നിലപാട്. സംസ്ഥാനത്ത് ഇന്ന് 2000